തന്നു. ഹലോ, ഇങ്ങനെ എപ്പോഴും വിളിക്കേണ്ടത്. ഞാനിപ്പോൾ ലൈബ്രറി വന്നിരിക്കുക. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് ഞാൻ എപ്പോഴും വിളിക്കുകയാണെങ്കിൽ ഞാൻ മൊബൈൽ ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോകും. ഞാൻ പറഞ്ഞേക്കാം. ഇരുട്ടടി, മൊത്തം ഇരുട്ടടിയാണല്ലോ. ഹലോ, എന്തോ ഈ ഷേക്സ്പിയറിന്റെ ബുക്സ് ഒക്കെ ഉണ്ടോ ഇവിടെ? ഷേക്സ്പിയർ ഫോട്ടോ ഉണ്ടോ? കൈയോടെ ജോൺ പോൾ വാതിൽ തുറക്കുന്നു അല്ലേ? ഇരിക്കുന്നത് നിങ്ങളുടെ പടം ഇന്ന് പത്രത്തിലുണ്ട്. പടം ശരി കണ്ട ദീപക് വിഷ്ണു ഏത് ബുക്കാണ് ചോദിച്ചത്? ഷേക്സ്പിയർ. അത് ഒരു പ്രശ്നം വെച്ചാൽ ബുക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് 2 ദിവസം ഒരാൾ വന്നിട്ട് കംപ്ലീറ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റോ? ഇപ്പം ഞാൻ അതിന് വേണ്ടി ഒന്ന് റെഫർ ചെയ്യാനിരിക്കും. പുള്ളി ഒരു സിനിമ വരുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ഈ സിനിമ ജോൺ പോൾ വാതിൽ തുറക്കുന്ന പറയുന്ന സിനിമ എന്തോ ബുക്ക് ആസ്പദമായിട്ടുള്ള സിനിമയില്ലേ? നമ്മുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ജോൺ പോൾ വാതിൽ തുറക്കുന്നു എന്നൊരു ഷോർട്ട് സ്റ്റോറി ബേസ് ചെയ്തെടുത്ത സിനിമയല്ലേ? നിങ്ങൾ ഈ നടന്മാരെല്ലാം ഇങ്ങനെയാണോ? ഈ പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണോ ഈ സിനിമ വേഷം ചെയ്യുന്നത്? നടന്മാരല്ല സിനിമ ഉണ്ടാക്കുന്ന സംവിധായകൻ. ദീപകിന്റെ തന്നെ തട്ടത്തിൽ മറയത്ത് അല്ലേ? അതിലൊരു സഖാവായിട്ടായിരുന്നു. അപ്പൊ അതും ബുക്ക് റെഫർ ചെയ്തിട്ടാണോ അതോ ബുക്ക് റെഫർ ചെയ്തോന്ന് എനിക്കറിയില്ല. അതുപോലെ നമ്മുടെ തീവ്രം സിനിമ നല്ലൊരു ഡോക്ടർ റോയി ആയിട്ടുള്ള കഥാപാത്രം അല്ലേ? നായകനായിട്ട് ഈ ഒരു പടത്തിലാണ് ആദ്യം അല്ലേ? അപ്പൊ ഇത് നമുക്ക് വില്ലനായിട്ട് ആ സിനിമയിൽ ചെയ്തു. തിരയില് തട്ടത്തിൻ മറത്ത് കഴിഞ്ഞിട്ടാണ് തിര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തട്ടത്തിൻ മറത്ത് കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേര് കുറെ പെൺകുട്ടികളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. തിരയിൽ ഹ്യൂമൻ ട്രാഫിക്കറായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഫേസ്ബുക്കിൽ മെസ്സേജുകളൊക്കെ എണ്ണം കുറഞ്ഞു ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ശക്തമായിട്ട് മെസ്സേജുകളൊക്കെ കൂട്ടാൻ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിന് ആ സമയത്ത് മെസ്സേജ് കൂടിയോ? ഡോക്ടർ റോയി ആയിട്ടൊക്കെ വന്നൊരു സൈഡിൽ കൂടെ പ്രത്യേകിച്ച് തീവ്രം. അപ്പൊ ഒരു മെസ്സേജ് ഒക്കെ അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അത് വേറൊരു കാര്യം. റിപ്ലൈ അയക്കണമല്ലോ, ഇങ്ങോട്ട് അയക്കുമ്പോൾ മറുപടി അയക്കണമല്ലോ. അതെ, റിപ്ലൈ ഒരു പ്രാവശ്യം കൊടുത്താൽ പോരെ. ഈ റിപ്ലൈ ഒക്കെ തന്നെ നമ്മൾ കണ്ടോന്ന് അറിയണമല്ലോ. ആദ്യം നമ്മൾ അയക്കുന്ന റിപ്ലൈ നല്ല പറയുന്നല്ലേ? ശരിക്കും ഈ ജോൺ പോൾ വാതിൽ തുറക്കുന്നു എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിനിമയിലേക്കുള്ള വാതിൽ തുറക്കുകയാണ് അല്ലേ? കുറച്ചും കൂടെ തുറക്കുകയാണ്. ഏതായാലും തിയേറ്ററിൽ ഒരുപാട് ആൾക്കാർ വാതിൽ തുറന്നിട്ട് അപ്പം ഇന്നത്തെ പത്രത്തിൽ കൂടെ കിടപ്പുണ്ട്. എനിക്ക് വേണ്ടി ഈ ഷൂ ഒക്കെ ഇട്ട് ഇവിടെ നടന്നെത്തുമ്പോൾ ലേറ്റ് ആവില്ലേ? ഈ ഷൂ ഉപയോഗിച്ചിട്ടാണോ റോഡിൽ കുഴി ഉണ്ടാക്കുന്നത്? അതെ, നമസ്കാരം. അതെ, നിങ്ങൾ ബുക്ക് അതാ പറഞ്ഞ ബുക്കൊന്നുമില്ല, ഫുൾ ബുക്ക് എടുത്തോണ്ട് പോയി ഷേക്സ്പിയറുടെ. എന്തിന്? ഐ മീൻ ടു സേ ലൈബ്രറിയിൽ നിന്നാണെങ്കിൽ ബുക്ക് എടുത്തോണ്ട് പോകും. പക്ഷേ ആദ്യം ബുക്ക് അന്വേഷിച്ചു. അപ്പൊ ബുക്ക് ഇവിടെ വേറെ ആൾ വന്ന് 2 ദിവസം മുമ്പ് ഈ ബുക്ക് എല്ലാം എടുത്തോണ്ട് പോയി. ഈ ശ്രുതിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ആശ്ചര്യം എന്താണെന്നറിയോ? ശ്രുതി സാധാരണ എപ്പോഴും മോഡേൺ വേഷങ്ങളാണ് ധരിക്കുന്നത്. എപ്പോഴും മോഡേൺ വേഷമാണ്. പക്ഷേ ശ്രുതിക്ക് കിട്ടുന്ന ക്യാരക്ടർ എല്ലാം നാടൻ വേഷങ്ങളാണ്. എന്തെങ്കിലും നാടനായിട്ടായിരുന്നു വന്നത്. ഇവിടെ കയറുന്നതിന് മുമ്പ് മോഡേൺ ആയതാണ്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൂടെ വരുമെന്നൊക്കെ പറഞ്ഞു. ശ്രുതി അങ്ങനെ പറഞ്ഞു. ഇവരുടെ ഗ്ലാമർ ഒക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും. ഇതൊക്കെ എന്തായാലും ബുക്ക് റെഫർ ചെയ്ത് നോക്കുന്നതാണോ? യെസ്, ഇതൊക്കെ വളരെ ഞാൻ ഒരു തീസിസ് ഒക്കെ നടത്തിയിട്ട് എങ്ങനെയാണ് മുടി ഇങ്ങനെ പിടിക്കേണ്ടത്, ഇവിടെ ജെൽ ഒക്കെ ചെയ്തിട്ടാണ് ഫൈനലി ഒന്ന് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. കാരണം ഭംഗിയുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ കാര്യം നമ്മളെപ്പോഴും കാണുമ്പോൾ ശ്രുതി സാറിന് ഇന്റർവ്യൂ പോലല്ല. ചില ഇതിലൊക്കെ വരുമ്പോൾ ശ്രുതി ഭയങ്കര മോഡേണാണ്. അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. കിട്ടുന്ന വേഷങ്ങളെല്ലാം നേരെ അല്ലേ? മുല്ലക്കകത്താണെങ്കിലും നാടൻ വേഷമാണ്. അതെ, അതൊരു ടിപ്പിക്കൽ ആയിട്ട് യെസ്, ഞാൻ ഇവിടെ വരുമ്പോഴാണ് മേക്കപ്പ് ചെയ്യുന്നത്. അവിടെയൊക്കെ ഞാൻ അതാണ് പണി എൻ്റെ. അല്ല, എന്തൊക്കെയായാലും ഞാൻ ആ സിനിമ കണ്ടപ്പോൾ, ജോൺ പോൾ വാതിൽ തുറക്കുന്ന സിനിമ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ ഫാനായി പറയാം. നിങ്ങളുടെ 3 പേരുടെയും കാര്യം നിങ്ങൾ നല്ല രസമായിട്ട് ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതിലുപരി തന്നെ ഈ ജോൺ പോൾ വാതിൽ തുറക്കുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് 3 പേർക്കും സിനിമയിലേക്ക് എങ്ങനെയാണ് വാതിൽ തുറന്നത്? ആക്ച്വലി എനിക്ക് ഞാൻ കേരളത്തിൽ എൻ്റെ ഫസ്റ്റ് ഒരു മീഡിയയിൽ വെച്ച എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മിസ് കേരള ആയിരുന്നു. അതിൽ ഞാൻ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് വന്നു. കിട്ടിയായി. അന്ന് മിസ് കേരള ജഡ്ജ്മെന്റ് വന്നവർക്ക് എന്തെങ്കിലും കൈക്കൂലി കൊടുത്തു? അത് നമുക്ക് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ എല്ലാ കഥ പറഞ്ഞുതരാം. ചെക്ക് ആർക്ക് കൊടുത്തു, ക്യാഷ് ആർക്ക് കൊടുത്തു എല്ലാം പറയാം. പക്ഷേ ജയിച്ചു. പിന്നെ എൻ്റെ ഫസ്റ്റ് ഫിലിം സഞ്ചാരം എൻ്റെ ഡയറക്ടർ ലിജി പുല്ലാപ്പള്ളി ചിക്കാഗോയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഓഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി 6 മണിക്കൂർ ഓഡിഷൻ ചെയ്തു.
6 മണിക്കൂർ ശരിയായില്ല, ചെയ്തിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. അന്ന് 6 മണിക്കൂർ അങ്ങനെ ചെയ്തു ആണോ? ദീപകിനാണെങ്കിൽ അതും കിട്ടിയില്ല, എനിക്ക് അറ്റ്ലീസ്റ്റ് റോൾ കിട്ടിയില്ലേ. ദീപക് സോറി വിഷ്ണു അവിടെ വിഷ്ണു എങ്ങനെയാണ് സിനിമയിലേക്ക് വാതിൽ തുറന്നത്? ഞാൻ മിസ്റ്റർ കേരളം അല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും അവസരം കിട്ടിയില്ല. ജോൺ പോളിന്റെ അതൊരു കൺട്രോൾ ചെയ്തിങ്ങനെ വെക്കുവായിരുന്നു. അതെന്താണ് ഞങ്ങളുടെ നന്നായി, താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഇതിന്റെ കോ ഡയറക്ടർ സുദീപ് ജോഷി വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം അഭിനയിച്ച ഓർക്കുട്ട് ഓർമ്മക്കൂട്ടിലേക്ക് ഒരു അവസരം കിട്ടുന്നത്. എന്റെ ഫാമിലി ഫ്രണ്ട് ഒന്നും അല്ല കേട്ടോ, റെക്കമെൻഡേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ തന്നെ 6 മണിക്കൂർ ഓഡിഷൻ കൊടുത്തിട്ട് ഞാൻ കിട്ടിയ റോളാണ്. ഞങ്ങൾക്ക് കാര്യം 6 മണിക്കൂറൊക്കെ ഓഡിഷൻ ഉണ്ടായിരുന്നു. ഇത് 6 മണിക്കൂർ അഭിനയം പഠിച്ചിട്ട് മോള് പോയാൽ മതി. ഫാമിലി ഫ്രണ്ട് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഓഡിഷൻ എന്തിനു കൊടുക്കുന്നത്? പ്രത്യേകിച്ച് കേരളം ആകുമ്പോൾ റെക്കമെൻഡേഷൻ ആണ് കൂടുതൽ സാധ്യത. ഓക്കെ, അപ്പോൾ ദീപക് എങ്ങനെ റെക്കമെൻഡേഷൻ ആണോ അതോ മിസ് കേരള ആയിരുന്നോ? മിസ്റ്റർ വേൾഡ് ആണോ? മിസ്റ്റർ കണ്ണൂരായിരുന്നു. ഓഡീഷൻ ആയിരുന്നു. മലർവാടി ആർട്സ് ക്ലബ്ബ് ആയിരുന്നു ആദ്യത്തെ സിനിമ. അതിലൊരു 1.5 മിനിറ്റുള്ള ചെറിയ സീനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓഡീഷൻ വഴി എത്തുക. പേപ്പറിൽ ഒരു ആഡ് കണ്ടിട്ട് അത് നമ്മുടെ അഭിനയം കണ്ട് 1.5 മിനിറ്റ് ആക്കിയതാണോ? എനിക്ക് തോന്നുന്നില്ല. സിനിമകളിലെ കോമഡി സീനുകൾ ആൾക്കാർ എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ ദൈവമേ ആ സീൻ എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിൽ തട്ടുന്ന കുറേ സീൻ. ആൻഡ് നമ്മുടെ മലയാളീസിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ പോലത്തെ സെൻസ് ഓഫ് ഹ്യൂമർ എങ്ങും ഈ കൺട്രിയിലില്ല. സത്യം, നമ്മുടെ സെൻസ് ഓഫ് ഹ്യൂമർ ഇസ് ദ ബെസ്റ്റ്. ബോംബെ പോലും ഇല്ല അല്ലേ? നോ ചാൻസ്. ശരിക്കും അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിൽ തട്ടിയ സീൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യണം. യോധയിൽ നമുക്കൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീനുണ്ട്. കലങ്ങിയില്ല. അശോകന് ക്ഷീണമാകാം അല്ലേ? അച്ഛൻ ആർക്കൊണ്ടേ കളിക്കുന്നേ? അശോകന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്. എന്നാ അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു, ആന ചരിഞ്ഞു. എന്തായി? അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതിയിൽ തളച്ചിട്ടിരിക്കുക. എന്റെ ബോൺ അങ്ങനെ തന്നെ വേണം. സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കമുളച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ? മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണമാകട്ടാ. എനിക്കില്ലേ വസു? അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. കളങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ? സുധി എന്ന് പറയുന്ന ആള് വരുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് ഇവിടെ ഒരു ഭയങ്കര ഫാനുണ്ട്. ഫാനോ? നിനക്കോ? ഈ ഫാനല്ല, ഒരു കട്ടുത്ത ഫാൻ. മിസ്റ്റർ കേരള ഫാൻ ഉണ്ടാവും, AC-യും ഉണ്ടാവും. മിസ്റ്റർ കേരള ഒന്നുമല്ല, അദ്ദേഹം ഇവിടുത്തെ ഞങ്ങളുടെ മിസ്റ്റർ ലൈബ്രറിയനാണ്. എത്ര കോടി ജന്മം മോഹം കാത്തിരുന്നു നിന്റെ ദേവൻ നെഞ്ചിലെ കിനാവിൽ ചേർത്തരീരൂപം മേഘത്തേരിൽ ഇതാണ് നല്ല സ്പീഡായിരുന്നു. അതുകൊണ്ട് ഫാൻ എന്ന് പറഞ്ഞത്. എങ്ങനത്തെ ഒരു ഫാൻ എനിക്ക് ഉണ്ടാവുന്ന ഐ ഡിഡ് നോട്ട് കൺസിഡർ. ദീപക് വിഷ്ണു കാര്യം പുള്ളി ഇവിടെ പഴയ പുസ്തകങ്ങൾ, അതായത് നമ്മുടെ മലയാള സിനിമയിലെ മിക്ക താരങ്ങളുടെ പുസ്തകങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ റെഫർ ചെയ്യുന്ന ആളാണ്. അതിനുശേഷം പ്രേം നസീർ സാറിന്റെ പടങ്ങൾ കാണും, അതുപോലെ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളെല്ലാം വായിച്ച് അദ്ദേഹം നസീർ സാറായിട്ട് ജീവിക്കുന്ന ആളാണ്, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അതൊക്കെ ആരെ കണ്ടാലും അദ്ദേഹത്തിന് ഷീല എന്ന് വിളിച്ച് പുറകെ പോകും. പട്ടിണി കിട്ടിയ ശീലക്കുറവ്. ശ്രുതിയെ കണ്ടപ്പോൾ ഷീല എന്ന് വിളിച്ചില്ല. ഞാൻ വിചാരിച്ചു മിക്കവാറും വിളി ഉണ്ടാകും എന്നുള്ളത്.
എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ പാട്ട് പാടാറുണ്ടോ? ഞാൻ പാടുന്നില്ല. സൂപ്പറായിട്ട് പാടും, പണിയല്ലേ? സൂപ്പറായിട്ട് പാടും. ഷൂട്ടിന്റെ സമയത്ത് ഇതേ തന്നെയായിരുന്നു പണി. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഷൂട്ടിന് സമയത്ത് ഇങ്ങനെ പാടാൻ കാരണം ഡെയിലി ഷൂട്ട് കഴിയുമ്പോൾ നേരത്തെ ആരും ഷൂട്ടിന് കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു സാർ പാക്കപ്പ് ചെയ്ത്. പിന്നെ ശ്രുതി പാട്ടുകാരിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഞാൻ കുറച്ച് ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ശ്രുതി ഇരുന്ന് ഭയങ്കരമായിട്ട് പാടുന്നുണ്ട്. ഹിന്ദി നമുക്കറിയാത്തതുകൊണ്ട് അത്ര വശമില്ല എങ്കിലും ഹിന്ദി എനിക്ക് അറിയാം കേട്ടോ. അറിയാലോ. സാരെ ജഹാൻ സെ അച്ഛാ ഹം സബ് ഭാരതവാസി ഭായ് ബഹൻ ഹേ കുറേ കാര്യങ്ങളൊക്കെ അറിയില്ലല്ലേ. അപ്പോൾ ശ്രുതി ഒരു പാട്ട് പാടാൻ എന്തായാലും. കൽ ഹോ നാ ഹോ എന്ന് പറഞ്ഞൊരു പടം വളരെ സൂപ്പർ ഹിറ്റ് ആയ ഒരു ബോളിവുഡ് പടമാണ്. അതിൽ നിന്ന് സോനു നിഗം ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു പാട്ട് പാടി. സീരിയസ് ആയല്ലോ. ക്ലാപ്പ് ചെയ്തില്ലെങ്കിൽ എന്റെ തനി കളർ മനസ്സിലാവും. ഞങ്ങൾ ക്ലാപ്പ് ചെയ്യാം, പക്ഷെ ശ്രുതിയുടെ തലയടയ്ക്കാൻ. हर घड़ी बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो जो है समा कल हो ना हो. हर घड़ी बदल रही है रूप जिंदगी, छाँव है ശ്രുതി പേര് ശ്രുതിയാണല്ലോ, പാട്ട് മൊത്തം അപ്പൊ ശ്രുതി എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ശ്രുതി നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. ചെറിയൊരു വെള്ളി പോയെങ്കിലും കുഴപ്പമില്ല. അത് നമ്മുടെ വെള്ളി എന്നുള്ളത് നമ്മുടെ ജഗതിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗാനമേളയ്ക്ക് നടന്ന സംഭവം. കാര്യം ഈ കൊച്ചു കംപ്ലീറ്റ് സ്വർണ്ണമൊക്കെ ഇട്ട് പാടാൻ വേണ്ടി കയറുകയാണ്. കാണാക്കുയില എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് കുയിലല്ല കാക്ക വരെ ഓടിപ്പോയി. അത്രയ്ക്ക് വെള്ളിയൊക്കെ അടിച്ചു. അപ്പോൾ ഈ കൊച്ചിങ്ങോട്ട് ഇറങ്ങി വന്നപ്പം ജഗതിച്ചേട്ടനോട് പറയാം, ദേഹം മുഴുവൻ സ്വർണവും പാട്ട് മുഴുവൻ വെള്ളിയും. ഈ ഫാഷൻ തരംഗം തന്നെ മാറിയിരിക്കുകയല്ലേ. എല്ലാവരും ഡ്രസ്സിങ്ങിൽ തന്നെ ഒരു വളരെ വ്യത്യാസം ഷൂസ് ഒക്കെ ഇട്ടിട്ട് അതല്ലേ തകഴിയുടെ നല്ലല്ലോ അത്. തകഴിയുടെ പുസ്തകം അല്ലത്. തകഴിയുടെ എങ്ങനെയല്ല ഇരിക്കണം. അത് മാധവിക്കുട്ടിയുടെ പുസ്തകമാണ്. ആണോ? MTയുടെ ഇടയ്ക്ക് വരാനുള്ളത്. MTയുടെ ടേബിൾ MT ഒന്നും ഇല്ല അവിടെ. ഇല്ലല്ലേ? ഇല്ലില്ല. MT മാധവിക്കുട്ടിയുടെ ഞാനേ വേറെ സാധനേ. എന്താ അത് മൊബൈലാ, പുസ്തകം താളില്ലല്ലേ? ഞാൻ ഉദ്ദേശിച്ച ഇംഗ്ലീഷാണ്. തലയിരിച്ചാ പിടിച്ചിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലാക്കി. ഞാൻ അറബിയായിരിക്കുന്നു. ഇങ്ങനല്ലേ? ഇങ്ങനെയല്ലേ? പക്ഷെ എന്നാലും അതും ഇംഗ്ലീഷാണ്. അയ്യോ പേടിച്ചല്ലേ? പേടിച്ചില്ല. ഞാൻ പേടിച്ചു. എനിക്ക് വയ്യ. മൂന്നാളും കാലത്ത് ഞാൻ TV കണ്ടുള്ളായിരുന്നു. ഇവിടെ ഇപ്പൊ എത്തി ഇങ്ങനെ പെട്ടെന്ന്. അവരെ ജോൺ പോൾ വാതിൽ തുറക്കില്ല എന്ന് പറയുന്ന പുതിയ തുറക്കുന്നു. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും നിങ്ങൾക്ക് വേണ്ടി. അതിനൊന്നും അത് ഞാൻ തപ്പിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനേ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചിരുന്നു. അതിനകത്ത് എൻ്റെ ഒരു 10 രൂപ അങ്ങനെ ഞാനിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാനില്ല. അപ്പം അത് ഏത് പുസ്തകം MT ആണോ അത് എടുത്തത്, മറ്റേ പുള്ളി തകഴിയാണോ അത് എടുത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കുമാരനാശാൻ ചിലപ്പോൾ കുമാരനാശാൻ ഇത് അതിന് വേണ്ടിയിട്ടുള്ള പുസ്തകമല്ല. ഇനിയിപ്പോൾ ആ പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് ദൂരം നടന്നു പോണേ. ഏതെങ്കിലും കലങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോൾ തളർന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഇത് തലയ്ക്ക് വെക്കാനായത് അല്ലേ? അത് ഇംഗ്ലീഷാണോ മലയാളം? ഇത് എന്തായാലും തലയ്ക്ക് വെക്കണേനിപ്പോ അങ്ങനെ വല്ലതും വേണം. മനസ്സിലായോ? ആണല്ലേ? ശ്രുതി അച്ഛന് സുഖമല്ലേ? കമലഹാസന് എന്നെക്കാളും പൊക്കമുണ്ട്. ബാബുണിയുടെ പെങ്ങളാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ റെഫർ ചെയ്യാം, നിങ്ങൾ ഇവിടെ റെഫർ ചെയ്യും. മൊത്തം പണി തലയ്ക്ക് വെക്കേണ്ടത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഫാഷൻ തരംഗത്തെ കുറിച്ച്. സുധി മേനോൻ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആദ്യം കാണുന്നത് സുധി ഇറക്കമില്ലാത്തൊരു ഡ്രസ്സൊക്കെ ഇട്ടൊരു ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. എന്താണ് സുധി ഫാഷൻ എന്ന് പറയുന്നത് ശരിക്കും? അല്ല, പക്ഷെ അത് പ്രതീക്ഷിച്ചാണ് സൈസ്
ആ ഡ്രസ്സിന്റെ ലെങ്ത് എന്താ നിങ്ങൾ മാത്രം നോട്ടീസ് ചെയ്തത്? കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. ഐ സെഡ് വാട്ട്സ് റോങ്? ഡ്രസ്സിന്റെ സൈസ് അല്ല നോട്ടീസ് ചെയ്തത്, വേറെയാണെന്ന്. ഞാൻ പറയാം ശ്രുതി. ദീപകിന്റെ കയ്യില് ദീപകിന്റെ രണ്ട് കാലില് ശ്രുതിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ല, ഫീലിംഗിനല്ല. ഈ നിങ്ങളൊക്കെ പറയുന്നത് എല്ലാവരും പബ്ലിക് ഇസ് ലിസണിങ്. അല്ല, നമ്മളങ്ങനെ ഫീൽ. കാര്യം ഇപ്പം നമുക്കൊരു ഫാഷൻ ഷോ, ഇപ്പോൾ ഒരു ഡ്രസ്സിന്റെ ഫാഷൻ ഷോ ആണെങ്കിൽ നമ്മളിനെ കാണാതിരുന്നാല് ഒരാൾക്കും ഡ്രസ്സില്ല വരുന്നവർക്ക്. നിങ്ങൾ ഏത് ചാനലാണ് കണ്ടുകൊണ്ടിരിക്കണം? ഞാൻ കാണുന്ന ഫാഷൻ ഷോയിലൊക്കെ തുണി ഇട്ടിട്ടാണല്ലോ ആൾക്കാർ വരുന്നത്. എനിക്കറിയാം ഏത് ചാനലാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മളത് സീരിയസ് ആയിട്ട് ശ്രുതിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ പൊതുവെ ഒരു കാര്യം പറഞ്ഞാൽ ജെൻസിനെ സംബന്ധിച്ചുള്ള ഇപ്പൊ ജെൻസ് ബെർമൂഡ ഇട്ടാലും അതൊരു 3/4 ടൈപ്പ് യൂസ് ചെയ്യുന്നത് സിനിമയിൽ പോലും. ജെൻസ് ബെർമൂഡ ഇട്ടാ ഞങ്ങള് പെണ്ണുങ്ങൾ എങ്ങനെ ഇരുന്ന് നോക്കും? വിസിലടിക്കോ? അല്ല, ഞാൻ പറയുന്നത് കമന്റ് അടിക്കോ? അല്ല, പക്ഷെ ഞങ്ങൾ ഇടുമ്പോ നിങ്ങൾ എന്തിനാ വിസിലടിക്കണം? ഞങ്ങൾ ദിശയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ വിസിലടിക്കണം? നിങ്ങൾ എന്തിനാ കമന്റ് അടിക്കണം? നിങ്ങൾ എന്തിനാ കാലിങ്ങനെ? നിങ്ങൾക്ക് 2 കാലില്ലേ? അതേപോലെ തന്നെ ഞങ്ങൾക്കും കാലുണ്ട്. നിങ്ങൾ വാക്സിൻ ഇല്ല, ഞങ്ങൾ വാക്സിൻ. അത്രയുള്ള ഒരു വിഷ്ണു, അതല്ല ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ സാരിയൊക്കെ കൊടുത്തത് ഇത്രയും ഇറക്കമുള്ള കൈയൊക്കെ ഇട്ട് വന്നു. എന്ത് രസമായിരുന്നു ഡ്രസ്സിങ്. ഇങ്ങനെ പോവാണ് അല്ലെ. പക്ഷേ ഞാൻ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെ ബാക്കിലോട്ട് നോക്കി. ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ അവരുടെ ബാക്കിൽ ഈ ബ്ലൗസിന്റെ കഴുത്ത് ഇത്രയും കണ്ടിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ഒരു ചരട് കൊണ്ട് ഈ അറ്റത്ത് കെട്ടി വെച്ചിരിക്കുക. ഒരു കത്രി കൊണ്ടാണ് ഞാൻ അപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. ഇവരുടെ എല്ലാം പ്രശ്നമാണ്. ശരി, ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു, സാരി ഫുൾ കൈയൊക്കെയാണ്. ബ്ലൗസ് പിന്നിൽ ഒരു ചരട്, ഇവിടെ ഒരു ചരട്. സോ വാട്ട്? അതിന്റെ ഇടയിലുള്ളതാണ് ഓക്കെ, അത് കണ്ടു. സോ വാട്ട്? ഫാഷൻ അല്ല, ഇതിനെ പറ്റിയിട്ട് എന്താ ഒരു ഇത്രയും സ്റ്റെയർ ചെയ്ത് നോക്കാനുള്ള എന്താ ഉള്ളത് അവിടെ? ഷോർട്ട് സ്കേർട്ട് ഇട്ടു, ശരി ഇട്ടു. 2 കാലുകളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് 2 കാലുണ്ട്, നിങ്ങൾക്ക് 2 കാലുണ്ട്, എനിക്ക് 2 കാലുണ്ട്. യെസ്, കറക്റ്റ്. ഞാനിടും ഷോർട്സ്, ഞാനിടും ഷോർട്സ്. പക്ഷേ സോ വാട്ട്? ഇത് നല്ലതാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞത് ഫാഷൻ ട്രെൻഡ്സ് ആൻഡ് ഷോർട്ട് സ്കേർട്ട് ആൻഡ് ഷോർട്ട് ഡ്രസ്സസ്. സോ വാട്ട്? ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, നിങ്ങൾ സംസാരിച്ചോളൂ. കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. പക്ഷെ എന്നാലും അങ്ങനെ ഇടാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ വളരെ മോശമായിപ്പോട്ടെ. ഇങ്ങനെ ഈ വേഷം എനിക്കല്ല, ഏത് പെൺകുട്ടികൾക്കും എന്ത് വേഷം ഇട്ടാലും അത് നന്നായിട്ട് ചേരും. അത് നിങ്ങൾ ഓക്വേർഡ് ആവുന്നത് നിങ്ങൾ നോക്കി കണ്ട് ചിരിച്ച് കമന്റ് അടിച്ച് ഇയാള് പിന്നും വന്നോ? ഇയാൾക്ക് കമന്റ് അടിക്കണോ ഫാഷനെ പറ്റിട്ട്? ഷോർട്ട് സ്കേർട്ടിനെ പറ്റി എനിക്കിപ്പോ കേൾക്കണം. ഡ്രസ് കുറഞ്ഞ കാര്യമാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി. അവിടെ നിന്നിട്ട് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അല്ല, പുള്ളി അവിടെ ഡ്രസ് പറഞ്ഞ കാര്യം എന്താ കേട്ടു എന്നാണ് പറഞ്ഞത്. ഈ ഷൂ ഏത് ഉത്സവത്തിന് വാങ്ങിച്ചാണ് സംഭവം? അടുത്ത ഉത്സവം വരുമ്പോൾ പോകാനുണ്ടോ? അപ്പോൾ ഫാഷൻ തരംഗം കൂടട്ടെ അല്ലേ? പക്ഷേ ഇത് ഗേൾസിന്റെ ടോപ്പിക് മാത്രം. ഗേൾസ് ഇപ്പോൾ ഷോർട്ട് സ്കേർട്ട് ഇടും, ബ്ലാ ബ്ലാ. ശരി, ഓക്കെ, ഡിസ്കസ് ചെയ്തു. ബോയ്സ്, നിങ്ങളുടെ ഒരു തരം മിററിന്റെ മുമ്പിൽ നിന്നിട്ട് എവറി മോർണിംഗ് ജെൽ എടുത്തിട്ട് മുടി ഫുൾ ഇങ്ങനെ ചെയ്തിട്ട് സ്പൈക്ക് ചെയ്യുക, സ്റ്റാൻഡ് ചെയ്യുക, സിറ്റ് ചെയ്യുക, സ്ലീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതെന്താണ്? ഇത് ചെയ്യില്ല. ഞങ്ങളുടെ ഫാഷൻ സെൻസ്, ഞങ്ങളുടെ ഡ്രസ്, ഞങ്ങളുടെ സ്കേർട്ട് ഒക്കെ. നിങ്ങൾ ബോയ്സ് എവറി സിംഗിൾ ഡേ നിങ്ങൾ രാവിലെ പണി. ചില ആളുകൾ രാവിലെ എണീറ്റ് ആദ്യം മുടി ചെയ്തിട്ടാണ് പിന്നെ പല്ലും വായും മുഖവും ഒക്കെ കഴുകുന്നത്. ഈ കൂട്ടത്തില് എന്നെ ഇവര് നോക്കും, ഒരു ജീനും ഞാനൊരു ജീനും സാധാ ഷർട്ടും. ഹലോ, ഈ ഷൂസ് നിങ്ങൾ ഇട്ട ആണുങ്ങൾ ഈ ഷൂസ് ഇട്ട ഒരു വേറെ ഈ ഷൂസ് ഇട്ട് നടക്കുന്ന സമയത്ത് ഞാൻ വരുമ്പോൾ കണ്ടാണ് കുറെ പേര് പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഒരുമിച്ച്. എന്തിനാണ് ഇപ്പം വീഴും പിടിക്കാൻ ദീപകനോട് പറയാ, കാണുമ്പോ എനിക്ക് പേടിയാ. ഇതിൽ ഞാൻ ഡാൻസ് ചെയ്യാൻ പറ്റും, എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ഒന്നും ആവില്ല ദീപക്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങള് മറ്റവരൊക്കെ നടന്ന് വേസ്റ്റ് ആയി. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഷൂ ഇട്ട് നമുക്കൊരു ക്യാറ്റ് ബാക്ക് ചെയ്താലോ അല്ലെ? റാമ്പിലൂടെ ഇങ്ങനെ നടക്കും. നമുക്ക് വേണ്ട ശ്രുതി ഒന്ന് കാണിച്ചല്ലോ.
അല്ല പിന്നെ വേറെ എന്താണ് വേറെ സ്പെഷ്യൽ നടത്തി കാണിച്ചില്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് സ്പെഷ്യൽ നടത്തി അല്ല എല്ലാവരും ഒരു ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞങ്ങൾ ഒരു വലിയ സംഭവമാണ്, ഞങ്ങൾ റോഡിൽ ഇറങ്ങിയ ഭയങ്കര ഒരു അല്ല ഇത് ഇപ്പം നടത്താൻ കണ്ടിട്ട് ആരാണ് വലിയ സംഭവം എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ നടന്നിട്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, എന്താണ് പിന്നെ നിങ്ങളുടെ ബോയ്സിന്റെ മറ്റൊരു സ്റ്റൈൽ ഉണ്ട്, യോ യോ. ഇതൊക്കെ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരൂ. What is the അർത്ഥം? ആരെങ്കിലും റോട്ടിലൂടെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, കൊറേ കണ്ടിട്ടുണ്ട്. അതെന്തറിയോ വേറെ കേരളത്തിലെ ബോംബെ ഈ അന്തേരി എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ യോ ഇല്ലേ സാധാരണ ഇതൊക്കെ ആണെങ്കിലും ബോംബെ ഇവിടെ. വിഷ്ണു ഒരു കാര്യം പറയാം. ഇപ്പം ശ്രുതി പറഞ്ഞു യോയോ എന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് പറയാൻ കാരണം യോയോ എന്നല്ല, ശ്രുതി അത് സൃഷ്ടിച്ചില്ല. കാര്യം ശ്രുതി ഇപ്പം ഇങ്ങനെ ഈ ക്യാറ്റ് വാക്ക് പോലെ ഇങ്ങനെ നടന്നു. കാരണം ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറകെ നടക്കും യോ അതാണ് ബോംബെ ഇവിടെ. പക്ഷെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് നടത്തം ഉണ്ടല്ലോടാ. അത് നമ്മുടെ ഈ നടത്തും വളരെ മോശമായി പോയി, വളരെ വളരെ നികൃഷ്ടമായി പോയി. പിന്നെ ഞാൻ വരും. വായന മരിക്കുക, വായന മൊത്തം മരിക്കുക. ഭയങ്കര ബുക്ക് പ്രാന്തനാണ് ഞാൻ പറഞ്ഞില്ല. ഭയങ്കരമായിട്ട് ബുക്കിനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് അറിയാം. പിന്നെ ഈ ബുക്ക് വായിച്ചു തീർന്നു. വായന മരിക്കും. ഈ ബുക്ക് വായിച്ചു ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് മറ്റേ എന്തിനകത്ത് നോക്കണ മൊത്തം വായിച്ചു. ഇവിടെ ഒറ്റ ബുക്കുമില്ല. ഇവിടെ ഇഷ്ടംപോലെ ബുക്കുണ്ട്. ഇതെല്ലാം ഞാൻ വായിച്ചത്. ഇത്രയും ലൈബ്രറി ഫുൾ ബുക്സ് അല്ലേ ഇരിക്കുന്നത്. ഇതെല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞാണ്. വായന മരിക്കുകയാണ് മൊത്തത്തിൽ. നിങ്ങൾ ഇവിടെ വന്നിരുന്നു, വായനാശീലമുള്ള ആളുകളാണോ നിങ്ങൾ? ഈ വായിക്കുന്നതിനിടയ്ക്ക് കുളിച്ചോണ്ട് വായിക്കും. നിങ്ങൾ ഇവിടെ വന്നിരുന്നതിന് ശേഷം എന്താണ് ചെയ്തത്? നിൽക്കിട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ അല്ലേ നിങ്ങൾ സംസാരിച്ചത്? അല്ല, ഇത് വായനാശീലം വളർത്താനുള്ള സ്ഥലമാണ്. അവിടെ വായിക്കണം. എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് ബുക്സ് കിട്ടണം. മാധവിക്കുട്ടിയുടെ ആടുജീവിതം ഉണ്ടോ? മാധവിക്കുട്ടിയുടെ ആടുജീവിതം ഇല്ല, വളരെ മോശം. ഫ്രോഡ് ജീവിതം ഉണ്ടോ? അത് വേണം, ഞാൻ വായിച്ചിട്ടുള്ളത്. അത് വേണം. MTയുടെ നാരായണത്ത് മാന്തൻ, MTയുടെ നാരായണത്ത് മെന്റൽ രോഗി ഉണ്ടോ? ഇനി വേണം മുകുന്ദന്റെ വീണപൂപ. വീഴാത്തതാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. മുകുന്ദന്റെ ഇല്ല. കുമാരനാശാന്റെ രാവണൻ ഉണ്ടോ? മണിരത്നത്തിന്റെ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ? അപ്പൊ ഇതൊന്നും ഇവിടെ ഇല്ല. ഒന്നുമില്ല ഇവിടെ. പുസ്തകം ഇല്ല. താൻ എന്തായി പറയുന്നത്? ONVയുടെ കയറെങ്കിലും താടാ. ONVയുടെ ഒന്നും അല്ല കയറ്. താൻ എന്തായി പറയുന്നത്? ONVയുടെ കയറല്ലേ? കയർ ONVയുടെ അല്ല, തുപ്പല്ലേ? നീ കുളിക്കാറുണ്ടോ? ONVയുടെ കയറെങ്കിലും താടാ. ONVയുടെ അല്ല കയറ്. ONVയുടെ അതേ കയറ്. ONVയുടെ ആണോ കയറ്? വായന മരിക്കുന്നു. രക്ഷയില്ല. വായന മരിക്കുവാടാ. വേദന കയറ് തന്നില്ലെങ്കിൽ ഇവിടെ എല്ലാം ഞാൻ കയറ് കാണാം. എന്നാലും കയറ് നീ ONVയുടെ അല്ലാന്ന് പറഞ്ഞല്ലോടാ മഹാഭാവി. തനിക്ക് ONVയുടെ കയറല്ല, ഹോസ്പിറ്റലിലെ ചെങ്ങല ആവശ്യം. വേണ്ട, വായന നശിക്കുന്നു. വായന നശിക്കരുത്. എന്റെ പൊന്ന് അമ്മേ. മരിച്ചു, അയാളും മരിച്ചു. അതേപോലെ വണ്ടിയൊക്കെ ആയിരിക്കില്ല, ആ ബുക്ക് വീണ് മരിച്ചായിരിക്കും. ഏതായാലും ജോൺ പോൾ വാതിൽ തുറക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിലേക്ക് ആൾക്കാർ ഈ സിനിമയുടെ അഭിപ്രായം കേട്ട് വാതിൽ തുറന്ന് കയറട്ടെ എന്ന് വിഷയമുണ്ട്. 3 പേർക്കും കൺഗ്രാജുലേഷൻ. ഇനി ഫ്യൂച്ചറിലും മലയാള സിനിമയിലേക്ക് നല്ലതായിട്ട് വാതിൽ തുറക്കട്ടെ എന്ന് പറയാം. നമ്മൾ നേരത്തെ ചോദിച്ചു ബുക്ക് ബുക്ക് കിട്ടിയില്ല. ഒറ്റ മിനിറ്റ് പെട്ടെന്ന് വേണം. ഹലോ, നാളത്തെ കൊടുക്കാം. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. 3 പേരുണ്ട്. ദീപക്, വിഷ്ണു, ശ്രുതി. അതെ. ജോൺ പോൾ മാർപ്പാപ്പയല്ല, ജോൺ പോൾ വാതിൽ തുറക്കുന്നു. അതെ. കൊടുത്തു. പിന്നെ നാളത്തെ പതിപ്പ് തന്നെ കൊടുക്കാം. ശരി. ഓക്കെ, ഞാൻ എത്തിക്കൊള്ളാം. റെഡി. ഓക്കെ, റെഡി. നാളത്തെ പതിപ്പോ? വേറൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇവിടുത്തെ ലൈബ്രറിയിലൊന്നും അല്ല. പിന്നെ ഞാൻ ശരിക്കും ഞങ്ങളുടെ ഒരു സിനിമ മത്സരം നടക്കുന്നുണ്ടേ. അപ്പോൾ അതിൽ ഞാൻ ഇതുവരെ ശരിക്കും സെലിബ്രേറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്തൊരു റിപ്പോർട്ട് ഞാനിവിടെ കൊടുത്തിട്ടില്ല.
അപ്പം ഞാൻ അതിങ്ങനെ വിഷമിച്ച് ആരെ ഇന്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞ് വിഷമിച്ച് ഈ ലൈബ്രറിയിൽ നിന്നപ്പോഴാണ് നിങ്ങൾ 3 പേരും എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ഭക്ഷണം പോലും കഴിക്കാതെ ഇത്രയും സമയം നമ്മളോട് പിടിച്ചെടുത്തിട്ട് നിങ്ങൾ അതുകൊണ്ടല്ല, കാര്യം ഞാനൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്ക് ഒരു സെലിബ്രിറ്റി പോലും ഇന്റർവ്യൂ തന്നിട്ടില്ല. അല്ല തരൂല, കണ്ടാ തരാൻ തോന്നുന്നില്ലല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആൾമാറാട്ടം. അതെ അല്ലേ? ഇനി എന്താ ഞാനൊരു ഇത്രയും സമയം വന്നിട്ട് എല്ലാരെയും കളിയാക്കും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട്, കാര്യം ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് പ്ലീസ്. നിന്റെ ഷൂസ് വേണോ എന്റെ ഷൂസ് വെച്ചിട്ട് ചവിട്ടണം? ഒന്നും ചെയ്യല്ലേ. ആ കൊച്ചിന് വിവരമുണ്ട്. വിവരോ? ഇവനെ എന്റെ ഷൂ വെച്ചിട്ട് ചവിട്ടി കൊല്ലാൻ നമുക്ക്